അന്ന് ആ കുടുംബം ഒന്നാകെ ആഘോഷത്തിൽ മതിമറന്ന ഒരു ദിവസം. 62കാരനായ തോമസ് അബ്രഹാമിനും ഭാര്യയ്ക്കും ഒരു പേരക്കുട്ടി ഉണ്ടാകാൻ പോകുന്നു എന്നൊരു വാർത്ത. ഒപ്പം മകൻ്റെ വിവാഹത്തിൻ്റെ 2ാം വാർഷികവുമാണ് ഇവിടെ നടക്കുന്നത്. അങ്ങനെ കുടുംബത്തിലെ ഏതാനും അടുത്ത ആൾക്കാരൊക്കെ അമ്പൂരിയിലെ തുടിയാൻകോണത്തെ കൂരല്ലൂർ ഹൗസിൽ ഒത്തുകൂടിയിട്ടുണ്ട്. രാവിലെ മുതൽ ആഘോഷം ആരംഭിച്ചു. വിശേഷിച്ച് നല്ല ഭക്ഷണങ്ങൾ ഉണ്ടാക്കുക, അതൊക്കെ വിളമ്പുക, എല്ലാവരും ഒരുമിച്ചിരുന്ന് കഴിക്കുക, അത്രമാത്രമേ ഉദ്ദേശിച്ചുള്ളൂ. അങ്ങനെ നല്ല ഭക്ഷണങ്ങൾ ഉണ്ടാക്കുന്നു, വിളമ്പുന്നു. ഭാര്യ, മക്കൾ, മരുമകളല്ല, അവളെ മകളായിട്ട് തന്നെ ആ കുടുംബത്തിൽ കാണുകയാണ്. അത്രയേറെ സന്തോഷമാണ് ഈ തോമസിന്. അവൾ ആ വീട്ടിൽ വന്നതും ഈ മകന് ഇതുപോലെ ഒരു കുഞ്ഞുവാവ് പിറക്കാൻ പോകുന്നതുമൊക്കെ ഭയങ്കര സന്തോഷത്തോടെയാണ് വയോധികനായ തോമസ് അറിഞ്ഞതും ആഘോഷിച്ചതും. മകൻ ഷാനുവിന് 31 വയസ്സാണ്. കോയമ്പത്തൂരിൽ തെറാപ്പിസ്റ്റാണ് അവൻ. ഇനി 3 ദിവസം കഴിഞ്ഞാൽ മലേഷ്യയിലേക്ക് പോകും. അതൊക്കെ കൊണ്ട് തന്നെയാണ് വിവാഹ വാർഷികം ഇവിടെ ഇപ്പോൾ 2ാം വർഷം കേമമാക്കാൻ തീരുമാനിച്ചത്. ഉച്ചവരെ കാര്യങ്ങളൊക്കെ വിചാരിച്ച പോലെ സമാധാനപരമായി തന്നെ നടന്നു. മകളും മോനും മരുമകളും തോമസും ഭാര്യയും അടുത്ത ബന്ധുക്കളും എല്ലാവരും കൂടി ഭക്ഷണമൊക്കെ കഴിച്ച് നല്ല വർത്തമാനങ്ങളൊക്കെ പറഞ്ഞ് ഇരിക്കുകയായിരുന്നു. തോമസിൻ്റെ മക്കളെക്കുറിച്ചൊന്നും നാട്ടിലാർക്കും മോശം പറയാനൊന്നുമില്ല. തോമസിനെ കുറിച്ചും അതെ. ഈ തോമസ് ഏട്ടൻ മദ്യപിക്കില്ല. ഏകദേശം 10-27 സെൻറ്റ് വസ്തു റബ്ബറാണ്. ആ വിള കൊണ്ടുള്ള ആദായത്തിനപ്പുറം തൊഴിലുറപ്പ് പണി വരെ എന്നും പോയി ചെയ്ത് കുടുംബം പോറ്റുന്ന വയോധികനായ തോമസ് എബ്രഹാമിന് ഇപ്പോൾ കാഴ്ചയും കുറച്ച് കേൾവിയും ഒക്കെ കുറവുണ്ട്. പക്ഷെ നല്ല ആരോഗ്യവാനായ ഒരു കർഷകനായിരുന്നു. ഇന്നലെ വൈകുന്നേരത്തോടെ ആ വീട്ടിൽ ചില കശപിശകൾ നടക്കുന്നു. അപ്പനും മകനും തമ്മിലാണ്. തുടർന്ന് നമ്മൾ വാർത്തകളിലൊക്കെ കേട്ട പോലെ ഒരു ക്രൂര കൊലപാതകം ആ വീട്ടിൽ നടന്നിരിക്കുകയാണ്. വീട്ടുകാർ പറയുന്നു അത് കൊലപാതകമല്ല, ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി സ്വാഭാവികമെന്നോണം. അപ്പോൾ ഈ അപ്പന് തോമസിന് ഒരു പാനിക് അറ്റാക്ക് വന്നു, തറയിലേക്ക് വീണു. തോമസ് അബ്രഹാം എന്ന വയോധികൻ മരിച്ചു എന്നാണ്, അത് വീട്ടുകാരുടെ ഭാഷ്യമാണ്. പക്ഷേ അത് വിശ്വസിക്കാൻ പോലീസ് തയ്യാറായിട്ടില്ല. കാരണമുണ്ട്. ഈ മൃതദേഹം പരിശോധിച്ചപ്പോൾ കണ്ട മുറിവുകൾ, ക്ഷതങ്ങൾ, ഇൻക്വസ്റ്റ് നടപടികളിലും തുടർന്നുള്ള പരിശോധനകളിലുമൊക്കെ പ്രഥമ ദൃഷ്ട്യാ തലയ്ക്ക് നന്നായിട്ട് അടിയേറ്റിരിക്കുന്നു. അതുകൊണ്ടുള്ള മരണമാണ്. ഈ വയോധികൻ മരിക്കാൻ കാരണം കൊല്ലപ്പെട്ടിരിക്കുന്നു എന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത്. ഈ പയ്യൻ ഷാനു ചെറുപ്പക്കാരനാണ്. അവന് ഭാര്യയായിട്ട് വന്ന ഒരു പെണ്ണിൻ്റെ മോഹങ്ങളുണ്ട്, ആ കുടുംബത്തിൻ്റെ ആഗ്രഹങ്ങളും പ്രതീക്ഷകളുമുണ്ട്. അവളുടെ ഉദരത്തിൽ തുടിക്കുന്ന ഈ ഷാനുവിൻ്റെ കുഞ്ഞ്, അതിനും ഭാവിയുണ്ട്. അച്ഛൻ ഒരു കൊലയാളിയായി ജയിലിലാണ് എന്ന് ആ വാർത്ത കേട്ട് തൻ്റെ ബാല്യം ചിലവാക്കേണ്ടി വരുന്നൊരു കുഞ്ഞിൻ്റെ അവസ്ഥ വല്ലാത്ത കഷ്ടമായിപ്പോയി. അങ്ങനെ കുടുംബക്കാർക്ക് ഇതൊക്കെ ആലോചിച്ചിട്ട് വല്ലാത്ത വേവലാതികളുണ്ട്. തോമസിനെ പോലെ പഴകിയ ഒരു കസേര പൊട്ടിയ നിലയിൽ സിറ്റൗട്ടിലുണ്ട്. അത് കൊണ്ടാണത്രേ ഷാനു പിതാവിനെ ചന്നം ഭിന്നം ആക്രമിച്ചത്. കാരണം ഇങ്ങനെയാണ്. വെറുതെ ആക്രമിച്ചതാണോ? ഉച്ച മുതൽ കുടുംബത്തിലെ ആണുങ്ങൾ കുപ്പിയെടുക്കാൻ തീരുമാനിക്കുന്നു. ആഘോഷത്തിൻ്റെ ഭാഗമായിട്ടേ മദ്യം, ചാരായം. ആരോ തമാശ പോലെ പറഞ്ഞതാണ്, പിന്നെ അതങ്ങ് ഗൗരവമുള്ളതായി. വണ്ടി എടുക്കുന്നു, പോയി കുപ്പിയെടുത്ത് വരികയാണ്, ഒരു സഞ്ചി നിറയെ. ഷാനു തന്നെയാണ് പോയതും കൊണ്ടുവന്നതുമൊക്കെ എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. ഈ വെള്ളം ചേർത്തിട്ട് അടിക്കുന്നവരുണ്ട്, വെള്ളം ചേർക്കാതെ ഡയറക്റ്റായിട്ട് ഡ്രൈ ആയിട്ട് വീശുന്നവരുണ്ട്. അങ്ങനെ ഏതാനും പേർ, കുടുംബത്തിലെ എല്ലാവരുമല്ല, അവരെല്ലാവരും ചേർന്ന് മദ്യപിക്കുന്നു. ഏകദേശം 3 മണി, 6, 7, 8 അങ്ങനെ മണിക്കൂറുകൾ കഴിഞ്ഞു പോകുമ്പോൾ ശരീരത്തിലേക്ക് ചെല്ലുന്നതിൻ്റെ ഡോസും കൂടി വന്നുകൊണ്ടേയിരുന്നു. ആദ്യമൊക്കെ തമാശകളും പാട്ടും ആട്ടവും കൂത്തും അങ്ങനെ കഴിഞ്ഞു പോയ ഒരു കുടുംബം, അങ്ങനെ ഒരു അന്തരീക്ഷം. പക്ഷേ 8 മണി, 8:30 മണിയൊക്കെ ആയപ്പോഴേക്ക് നേരെ നന്നായി ഇരുട്ടി. ഈ ഫുള്ള് അമ്പൂരി ഭാഗമാകെ റബ്ബർ തോട്ടങ്ങളാണല്ലോ. പെട്ടെന്ന് ഇരുട്ട് വീഴും. ചെറിയ വേനൽ മഴയുടെ മഴക്കാറുമുണ്ട്. ഇന്നലെ മഴ പെയ്തു അവിടെ, ഇന്നും അങ്ങനെ. അങ്ങനെ വന്നവരിൽ ചിലരൊക്കെ പറഞ്ഞു നമുക്ക് പോകാം. അങ്ങനെ മദ്യപിക്കാത്ത ആണുങ്ങളും സ്ത്രീകളും കുട്ടികളും ഒക്കെ ആഹാരമൊക്കെ കഴിച്ച് അവിടെ നിന്ന് പോയി. പിന്നെ നടന്നതാണ് ഈ ക്രൂര കൊലപാതകത്തിലേക്ക് നയിച്ചു എന്ന് പറയുന്ന ആ സംഭവം. നാടിനെ നടുക്കിയതാണത്.
കാരണം അത്രയ്ക്ക് സാധുവായ ഒരു മനുഷ്യനാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. അത്രയ്ക്ക് നല്ലവനായ ഒരു മകനെ കൊണ്ടാണ് ഈ സംഭവം നടന്നിരിക്കുന്നത്. മകനെക്കുറിച്ചും നേരത്തെ പറഞ്ഞ പോലെ മോശം അഭിപ്രായം ഒന്നും മുമ്പ് പറഞ്ഞു കേട്ടിട്ടില്ല. രാത്രി 9:30 10 മണിയായി കാണും. ബെഡ്റൂമിൽ വിഷമിച്ചിരിക്കുകയാണ് ഈ ഷാനുവിൻ്റെ ഭാര്യ. ആ പെണ്ണിന് ഇതൊക്കെ ഒരു പുതിയ കാഴ്ചയാണ്. അവൾ ഗർഭിണിയാണ്, 2 മാസം. അവളുടെ ഭർത്താവ് കണക്കില്ലാതെ മദ്യപിച്ചിരിക്കുന്നു. ഇതൊന്നും മുമ്പ് ശീലമില്ല, കണ്ടിട്ടുമില്ല. അവളുടെ വീട്ടിൽ ഇങ്ങനെ ആരും മദ്യപിക്കാറുമില്ല. എന്തായാലും അവൾ വിഷമിച്ചിരിക്കുമ്പോൾ, വിതുമ്പിയിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് സ്നേഹമുള്ളൊരു ഭർത്താവാണെങ്കിൽ അടുത്ത് ചെന്ന്, നീ വിഷമിക്കണ്ട, ഇത് ഒരു അബദ്ധം പറ്റിയതാണ്, അല്ലെങ്കിൽ ഇത് ഇപ്പോൾ മാത്രമാണ്, ഇനി ഇത് ആവർത്തിക്കില്ല എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കാം. പക്ഷേ അവൻ അതിനൊന്നും കൂട്ടാക്കിയില്ല. അവൻ കൂട്ടാക്കാത്തതിന് കാരണം അവൻ മനുഷ്യനല്ലാതെ മാറിയിരിക്കുകയാണ്. അവൻ്റെ ഉള്ളിൽ ചെന്നിരിക്കുന്ന മദ്യമാണ് അവനെ ഇപ്പോൾ ഭരിക്കുന്നത്. മദ്യത്തിൻ്റെ പ്രവർത്തനങ്ങൾ കൊണ്ട് ഒരു സ്വാമ്പിയായി മാറിയിരിക്കുന്ന മനുഷ്യരിൽപ്പെട്ട ഒരാളായി ഷാനു മാറി. അവന് മൂക്കിന്ന് പിഴിഞ്ഞെടുക്കാൻ മദ്യം അത്രയ്ക്ക് കുടിച്ചിരിക്കുന്നു. അവൻ അവളെ ഉപദ്രവിക്കാൻ തുടങ്ങി, ഭാര്യയെ. നേരത്തെ പറഞ്ഞതുപോലെ അവൾ ക്യാരിയിങ് ആണ്, ഗർഭിണിയാണ്. അവൾ കരയുന്നു, അവൾ വാവിട്ട് കരയുന്നു. ഇത് കേട്ട് അവിടെയുള്ള പലരും, അമ്മ, അതേപോലെ ഷാനുവിൻ്റെ സഹോദരി, ഇവരൊക്കെ വന്ന് ഇവനെ പറഞ്ഞ് മാറ്റാൻ നോക്കുന്നു. പക്ഷെ അവരെയൊക്കെ അവൻ ഉപദ്രവിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ അവന് 10 ആളിൻ്റെ ബലമുണ്ട്. മദ്യം അവനെ അന്ധനാക്കിയിരിക്കുന്നു, അക്രമകാരിയാക്കിയിരിക്കുന്നു. ഇതാണ് അവിടെ നടന്നത്. ഈ ശബ്ദ കോലാഹലങ്ങൾ കേട്ടപ്പോൾ സിറ്റൗട്ടിലിരുന്ന് തോമസ് തപ്പി എണീറ്റ് മോനെ വിലക്കാൻ നോക്കി. അതൊക്കെ പണ്ടത്തെ കാലം, അപ്പൻ മോനെ വിലക്കുന്ന കാലം. ഇപ്പോൾ കാലം മാറിയത് തോമസ് ഏട്ടൻ അറിഞ്ഞില്ല. തോമസിനെ അവൻ കസേരയെടുത്ത് മർദ്ദിച്ചു എന്നാണ് പറയുന്നത്. ഇതൊക്കെ പോലീസും നാട്ടുകാരും പറഞ്ഞ വിവരങ്ങളാണ്. വീട്ടുകാർ പറയുന്നത് അങ്ങനെയല്ല. അവിടെ ഇതുപോലെ തർക്കങ്ങളുണ്ടായ കൂട്ടത്തിൽ തോമസ് ഏട്ടൻ ഇടപെട്ടു. മാറി നിക്കപ്പ എന്ന് പറഞ്ഞ് ഷാനു മാറ്റാൻ ശ്രമിച്ചു. അപ്പോൾ ടൈൽസിൽ വഴുതി വീണതാണ്, അബദ്ധത്തിൽ വീണതാണ് എന്നൊക്കെ അവർ പറയുന്നുണ്ട്. ഇതിനിടയിൽ ഇവിടെ വലിയ ബഹളം നടക്കുന്നു എന്നറിഞ്ഞപ്പോൾ ആരോ വിളിച്ചു പറഞ്ഞു. അവിടെ ഏതാനും കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു. ആ കുട്ടികൾ വിളിച്ചു പറഞ്ഞിട്ടാവണം ദൂരെ നിന്ന് ഈ ഷാനുവിൻ്റെ തന്നെ ഒരു അമ്മാവനോ ഇളയച്ചനോ, അങ്ങനെ 2 രീതിയിൽ പറയുന്നുണ്ട്, ആ ആൾ ഇവിടേക്ക് ഓടി വരികയാണ്. ഓടി വന്നിട്ട് ഈ ഷാനുവിനെ ഈ പ്രശ്നങ്ങളിൽ നിന്ന് പിടിച്ചു മാറ്റാൻ ശ്രമിക്കുന്നുണ്ട്. ചിലരെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട്. ഈ ഷാനുവിൻ്റെ അടികൊണ്ട് കിടക്കുന്ന അച്ഛനെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട്. ഈ കൂട്ടത്തിൽ ഷാനു ഓടിച്ചെന്ന് അടുക്കളയിലെത്തി. അവിടെ നിന്നൊരു വാക്കത്തിയുമായി പുറത്തു വന്നു. വാക്കത്തിയല്ല, ഒരു ഈ പല്ല് കൊത്തിവെച്ചതുപോലുള്ള ഒരു നൈഫ്. അത് അയാളെടുത്ത് ഈ വന്ന ആളിനെതിരെ വീശാൻ തുടങ്ങി. ഒരിക്കലും പ്രതീക്ഷിച്ചില്ല, മുമ്പൊരിക്കലും ഇങ്ങനെ വയലൻ്റ് ആയിട്ടില്ല ഷാനു. മാമനെയും ഈ പറഞ്ഞ തോമസ് എന്ന് പറയുന്ന അച്ഛനെയും ഒക്കെ നന്നായി ബഹുമാനിച്ച് വരച്ച വരയിൽ നിർത്തി വളർത്തിയതാണ് ഈ മക്കളെയൊക്കെ. പക്ഷേ ഇപ്പോൾ ഇവൻ വയലൻ്റ് ആയിരിക്കുന്നത് ഉള്ളിലെ ലഹരി കൊണ്ടാണ്. അതാരെങ്കിലും പറഞ്ഞാൽ വിശ്വസിക്കുമോ? അയാൾ പ്രശ്നങ്ങളിൽ ഇടപെട്ടത് മാത്രമേ അദ്ദേഹത്തിന് ഓർമ്മയുള്ളൂ. അദ്ദേഹത്തിനും കിട്ടി ധാരാളം പരിക്കുകൾ. അദ്ദേഹത്തിൻ്റെ വയറിൽ 16 സ്റ്റിച്ചസ് ഉണ്ടെന്നാണ് പോലീസ് പറഞ്ഞത്. അദ്ദേഹം ചികിത്സയിലാണ് ഇപ്പോൾ. അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി സംസാരിക്കുമ്പോൾ പുള്ളി പറയുന്നത്, ഒരു തമാശയ്ക്ക് തുടങ്ങിയതാണ്, ഇത്ര സീരിയസ് ആകുമെന്നൊന്നും അവർ കരുതിയതല്ല. മാത്രമല്ല, ഇത്തരം വഴക്ക് ഉണ്ടാവേണ്ട സാഹചര്യം ആ വീട്ടിൽ തീരെയില്ല. ഈ ഷാനു അങ്ങനെ ചെയ്യുന്ന ഒരാളല്ല എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ഇതെല്ലാം ബന്ധുക്കളുടെ അഭിപ്രായമാണ്. നമുക്ക് അവരെയും കേൾക്കാം, വിശ്വസിക്കാം. പക്ഷേ ഇനി പോലീസ് അവരുടെ അന്വേഷണം, അതിൻ്റെ വഴികൾ, ആ രീതിയിലേ കാര്യങ്ങൾ പോകൂ. എല്ലാം തമാശയ്ക്ക് തുടങ്ങി കൈവിട്ടു പോയതിന് കാരണം ലഹരിയാണ് എന്ന് വ്യക്തമാണ്. എന്തായാലും തറയിൽ തലയടിച്ച് വീണ തോമസിനെ ഉടൻ തന്നെ ബന്ധുക്കൾ ആശുപത്രിയിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചു. കാരക്കോണം മെഡിക്കൽ കോളേജിലേക്കാണ് കൊണ്ടുപോയത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ജീവനെ രക്ഷിക്കാൻ ആർക്കുമായില്ല. ഈ ഒരു സംഭവത്തോടെ ആ ഒരു മനുഷ്യൻ കൊല്ലപ്പെട്ടു എന്നൊരു വാർത്തയാണ് നാം എല്ലാം കേട്ടത്. മകൻ അച്ഛനെ തലക്കടിച്ച് കൊന്നു എന്ന വാർത്ത. ഇതിലപ്പുറം ഷോക്കേക്കാൻ ആ നാടിന് മറ്റൊന്നും വേണ്ടി വന്നില്ല. കാരണം അവരൊക്കെയും പറയുന്നത് ഇവിടെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ മുമ്പൊരിക്കലും ഉണ്ടായിട്ടില്ല എന്നാണ്. മാത്രമല്ല, അവൻ്റെ അമ്മ
വിലപിക്കുകയാണ്. മകനെ ഈ രീതിയിൽ കൈവിലങ്ങ് വെച്ച് കൊണ്ടുപോകുന്നത് കാണാനുള്ള ശേഷി ആ അമ്മയ്ക്കില്ല, ആ പുതിയ പെൺകുട്ടിക്കില്ല, ബന്ധുക്കൾക്ക് ആർക്കുമില്ല. അവരെല്ലാം നല്ലവരാണ്. എന്തു പറയണം എന്ന് പോലും അറിയാതെ വിങ്ങിപ്പൊട്ടി ധാരാളം പേർ ഈ കൂട്ടത്തിൽ നിൽപ്പുണ്ട് ബന്ധുക്കളായിട്ട്. ഇതിൽ മരിച്ചതും ബന്ധു, കൊന്നതും ബന്ധു. മകൻ പാപമാണെന്ന് അമ്മ, ഷാനുവിൻ്റെ അമ്മ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നു. 62 വയസ്സായ തോമസ് ഏട്ടന് ഒരു അമ്മയുണ്ടെങ്കിൽ ആ അമ്മയും പറഞ്ഞനെ എൻ്റെ മകൻ പാപമാണ് എന്ന്.